രാത്രി ഒരു മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ, അത് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാട്രിമോണി സൈറ്റ്, ഇവിടത്തേക്ക് വരുന്ന ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മൾ ഒരുപാട് ആലോചനകളൊന്നും ഇല്ലാതെ നമ്മളിൽ പലരും ആക്സെപ്റ്റ് ചെയ്യാറുണ്ടല്ലേ. ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത പ്രൊഫൈലിലെ അവരുടെ മനോഹരമായ ചിരിയും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് അവരെ വിശ്വസിച്ച് പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ സ്ക്രീനിന്റെ മറുപുറത്തിരുന്ന് നിങ്ങളോട് സ്നേഹം നടിക്കുന്ന ആ അജ്ഞാതനായ മനുഷ്യൻ കേവലം 10 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ജീവനെടുക്കാൻ വരുന്ന കൊലയാളിയാണെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. സുഹൃത്തുക്കളെ, ഇതൊരു സിനിമാ കഥയല്ല, മറിച്ച് ഇന്ത്യയുടെ IT തലസ്ഥാനമായ ബാംഗ്ലൂരുവിലെ കടുകൂടിയിൽ IBM എന്ന് പറയുന്ന കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു കുസും റാണി സിംഗ്ല. ഈ 31കാരിക്ക് നേരിടേണ്ടി വന്ന അതിദാരുണമായ കൊലപാതകത്തിന്റെ ഒരു കഥയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ചാറ്റിങ്ങിൽ തുടങ്ങി സ്വന്തം ഫ്ളാറ്റിനുള്ളിൽ ചോരക്കളത്തിൽ എരിഞ്ഞടങ്ങേണ്ടി വന്ന കുസും റാണി സിംഗ്ലയുടെ ആ അതിദാരുണമായ കഥയിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. പഞ്ചാബിലെ ബർണാള സ്വദേശിനിയായിരുന്നു കുസും റാണി. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കുടുംബം, അതേപോലെ തന്നെ വളരെ ഉയർന്ന വിദ്യാഭ്യാസവും. ഇന്ത്യയുടെ IT നഗരമായ ബാംഗ്ലൂരിലേക്ക് ഉയർന്ന ഒരു ജോലി അന്വേഷിച്ചാണ് കുസും റാണി എത്തിയത്. മാത്രമല്ല IBM എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ അവർക്ക് ഉയർന്ന ശമ്പളമുള്ള നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. എന്നാൽ കുസുമിന്റെ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. പണ്ടെപ്പോഴും നടന്നൊരു വിവാഹം, അതിനുശേഷം ഭർത്താവുമായി വേർപെടുന്നു, അതിനുശേഷം ബാംഗ്ലൂരിൽ IT ജോലിക്ക് വരുന്നു. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കുസുമത്തിന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അവർക്കൊരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ബാംഗ്ലൂരിലെ ആ ഫ്ലാറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അവർ ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ജീവിതത്തിൽ തനിക്കൊരു കൂട്ടുവേണമെന്ന ചിന്തയാണ് പ്രമുഖ മാട്രിമോണി സൈറ്റായ ഷാദി.com കുസുമിനെ എത്തിച്ചത്. 2015 ഡിസംബർ 31, അഥവാ പുതുവർഷ പിറ്റേന്ന് കുസുമിന്റെ ഫേസ്ബുക്കിലേക്ക് ഒരു റിക്വസ്റ്റ് വരികയാണ്. അത് അയച്ച ആളുടെ പേര് സുഖ്ബീർ സിംഗ് എന്നാണ്. ഷാദി.com കുസുമിന്റെ പ്രൊഫൈല് കണ്ടിട്ടാണ് താൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത് എന്നായിരുന്നു സുഖ്ബീർ സിംഗ് പറഞ്ഞത്. സുഖ്ബീർ സിംഗ് അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തിയത് അദ്ദേഹം ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ് എന്നായിരുന്നു. ചാറ്റിംഗ് പതുക്കെ ഫോൺ കോളിലേക്ക് വഴിമാറി. രാത്രികളിൽ മണിക്കൂറുകളോളം അവർ സംസാരിച്ചു. തന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ കിട്ടിയ തനിക്കൊരു നല്ല കൂട്ടാണ് സുഖ്ബീർ എന്ന് കുസും വിശ്വസിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിന് മുന്നിൽ കീഴ്പ്പെട്ടു പോയ കുസും തിരിച്ചറിയാതെ പോയ സുഖ്ബീർ സിംഗിന്റെ വളരെ രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സുഖ്ബീർ അവിവാഹിതനാണെന്നാണ് കുസുമിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ സത്യത്തിൽ സുഖ്ബീർ സിംഗ് വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഓൺലൈനിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 20 ദിവസം കഴിഞ്ഞു. ഇയാൾക്ക് കുസുമിനെ നേരിട്ട് കാണണം എന്ന് കുസുമിനോട് പറഞ്ഞു. ഓക്കെ, കുസുമം അത് സമ്മതിച്ചു. അങ്ങനെ 2016 ജനുവരി 19 ഇവർ പരസ്പരം കാണാൻ തീരുമാനിച്ചു. അങ്ങനെ കുസുമിന്റെ ഫ്ളാറ്റിലേക്ക് സുഖ്ബീർ സിംഗ് വരികയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുസുമിനോടായി സുഖ്ബീർ ഒരു കാര്യം പറഞ്ഞു. തനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കാമോ? ഇത് കേട്ട് പരിചയപ്പെട്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരാൾ തന്നോട് കാശ് ആവശ്യപ്പെട്ടത് കുസുമിന് തീരെ പന്തിയായി തോന്നിയില്ല. ഇത് കേട്ട കുസും സുഖ്ബീറിനോടായിട്ട് പറഞ്ഞു, സോറി, എനിക്കിപ്പോൾ നിങ്ങളെ തൽക്കാലം സഹായിക്കാൻ കഴിയില്ല. എന്നാൽ തന്റെ പ്ലാൻ ഒന്ന് പാളി എന്ന് മനസ്സിലാക്കിയ സുഖ്ബീർ തന്റെ യഥാർത്ഥ മുഖം അവിടെ കാണിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ വലിയൊരു വാഗ്വാദം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള വാഗ്വാദം അവരെ കർക്കശമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സുഖ്ബീർ സിംഗ് മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു പേന എടുത്തിട്ട് കുസുമിനെ ആഞ്ഞു കുത്താൻ ശ്രമിക്കുന്നു. ആദ്യത്തെ ശ്രമത്തിൽ കുസും ഒഴിഞ്ഞു മാറിയെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ കറക്റ്റ് നെറ്റിയിൽ തന്നെ കുത്തുകൊള്ളുകയാണ്. ഉടനെ തന്നെ കുസും അലറി വിളിച്ചുകൊണ്ട് നിലത്തേക്ക് പിടഞ്ഞു വീഴുന്നു. രക്തം വളരെ ശക്തമായിട്ട് പുറത്തേക്ക് ചീറ്റുകയാണ്. എന്നാൽ അവൾ പുറത്തേക്ക് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് സുഖ്ബീർ സിംഗ് അവിടെ ഉണ്ടായിരുന്ന ആ ലാപ്ടോപ്പിന്റെ ചാർജർ എടുത്തിട്ട് അവളുടെ കഴുത്തും കൈകാലുകളും കൂട്ടിക്കെട്ടി ആ ഒരു കസാരയിലേക്ക് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ്. ഇതോടുകൂടി ശ്വാസം മുട്ടിയ കുസും അവിടെ പിടഞ്ഞ് വീഴുകയാണ്. നിമിഷങ്ങൾക്കകം അവളുടെ ജീവൻ അവിടെ പൊലിഞ്ഞു വീണു. എന്നാൽ കൊലപാതകത്തിന് ശേഷം യാതൊരു കൂസലുമില്ലാത്ത രീതിയിലാണ് ഈ സൈക്കോ പെരുമാറിയത്. കുസുമിന്റെ രക്തം വീണ പാന്റ് അവൻ അവിടെ ഊരി മാറ്റി. പകരം കുസുമിന്റെ മറ്റൊരു പാന്റ് എടുത്ത് അയാൾ ധരിച്ചു. ശേഷം ഫ്ളാറ്റിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളും ATM കാർഡുകളും മറ്റുള്ള കാർഡുകളും തുടങ്ങി വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ കൃത്യം കഴിഞ്ഞ് വൈകുന്നേരം ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം കുസുമിന്റെ ഫ്ളാറ്റിലേക്ക് കുസുമിന്റെ ഫ്ളാറ്റ്മേറ്റ് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഇവിടെ നടന്നത് പുറം ലോകം അറിയുന്നത്.
ബാംഗ്ലൂരു സൗത്ത് പോലീസ് കേസിനേഷം ഏറ്റെടുക്കുകയാണ്. എന്നാൽ കേസിന്റെ ആദ്യപടിയിൽ ഇവർക്കുണ്ടായിരുന്ന വലിയൊരു ദുരൂഹത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവരെ കൊലപ്പെടുത്തിയത് ഇവരുടെ ആദ്യ ഭർത്താവാണോ എന്നുള്ളതായിരുന്നു. പക്ഷേ ബാംഗ്ലൂരു പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെയും അതേപോലെ തന്നെ സൈബർ സെല്ലിന്റെയും സഹായം തേടി. ഇവർ രണ്ടുപേരുടെയും അന്വേഷണത്തിൽ ഇവർ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടെത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണോ ഇത് എന്നവർക്ക് ഒരു സംശയം തോന്നിയിട്ട് ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റുകൾ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഇങ്ങനെ ആദ്യത്തെ 100 ലിസ്റ്റുകൾ തന്നെ ഇവരിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. ഇങ്ങനെ സംശയം തോന്നാനിടയായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് കുസുമിന്റെ ഫ്ലാറ്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CCTVയിൽ ഇയാളുടെ ചെറുതായിട്ടുള്ള ഒരു രൂപം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു സൈബർ പോലീസും മറ്റുള്ള ആളുകളും അന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെ അവസാനം കൃത്യമായി സുഖ്ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. അങ്ങനെ അയാളുടെ ടവർ ഡം ലൊക്കേഷനുകളും മറ്റും പോലീസ് കൃത്യമായി പഠിച്ചുകൊണ്ട് കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം ഈ പ്രതിയെ ഒരു ഗ്രാമത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കീഴ്പ്പെടുത്തി. സുഹൃത്തുക്കളെ, കേസ് അവസാനിച്ചു, പ്രതി ജയിലിലായി. പക്ഷേ ഈ കേസ് നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ഏത് പ്രൊഫൈലുകളാണെങ്കിലും, എത്ര ഉയർന്ന പ്രൊഫൈലുകളാണെങ്കിലും, അതൊരു പക്ഷേ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, അങ്ങനെ ഏതൊരു വലിയ പ്രൊഫൈൽ ആയിക്കോട്ടെ, അവരെ പരിചയപ്പെട്ട് കുറച്ച് നാളുകൾക്കകം തന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു സ്പേസ് കൊടുക്കുക എന്നുള്ള പരിപാടി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് അവരെ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് മാക്സിമം അവർ ഒരു പൊതുസ്ഥലത്ത് നിന്ന് അവരെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ആദ്യപടി. ഒരു പക്ഷേ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരു 10, 20, 30 ദിവസമല്ല, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.